ജസ്ന തിരോധാന കേസിൽ അച്ഛന്റെ ഹർജിക്കെതിരെ CBI റിപ്പോർട്ട്. പിതാവ് നൽകിയ ഹർജിയിലെ ആരോപണങ്ങൾ CBI നിഷേധിച്ചു. ചോദ്യം ചെയ്തപ്പോൾ പറയാത്ത കാര്യങ്ങളാണ് ഹർജിയിൽ പറയുന്നത്. ജസ്നയ്ക്ക് ഗർഭലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല. ആൺ സുഹൃത്തിനെ പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയമാക്കിയതാണ്. അതേസമയം തന്നെ രക്തം പുരണ്ട വസ്ത്രങ്ങൾ കണ്ടെടുത്തിട്ടില്ലെന്നും CBI വ്യക്തമാക്കുന്നു. CBI കേസ് അവസാനിപ്പിച്ചതിന് എതിരെയായിരുന്നു ജസ്നയുടെ പിതാവിന്റെ ഹർജി. ഹർജിയിൽ പറയുന്ന കാര്യങ്ങളിൽ അന്വേഷണം ആവശ്യമില്ലെന്നും നിലവിൽ അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ലെന്നും CBI കോടതിയിൽ പറഞ്ഞു. കേസ് ഈ മാസം 12-ന് വീണ്ടും പരിഗണിക്കും. ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും CBI അന്വേഷിച്ചിട്ടില്ലെന്നായിരുന്നു ഹർജിയിലെ പരാതി. ജസ്നയെ കാണാതായ സ്ഥലത്തോ ജസ്നയുടെ സുഹൃത്തിനെ പറ്റിയോ അന്വേഷണം നടത്തിയില്ലെന്നാണ് പരാതി. എന്നാൽ വിശദമായ അന്വേഷണം നടത്തിയിട്ടുണ്ടെന്നാണ് CBI വാദം. ബന്ധുവീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞിറങ്ങിയ ജസ്നയെ 2018 മാർച്ച് 22-നാണ് കാണാതാകുന്നത്. ലോക്കൽ പോലീസും പ്രത്യേക സംഘവും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച ശേഷമാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം CBI കേസ് ഏറ്റെടുത്തത്. ജസ്നയുടെ അച്ഛൻ ഹർജിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം CBI പരിശോധിച്ചതാണെന്നും അടിസ്ഥാനരഹിതമായ മൊഴികൾ തള്ളിയതാണെന്നും CBI CJM കോടതിയിൽ അറിയിച്ചു. ഈ വിശദീകരണം പരിശോധിച്ച് മറുപടി നൽകാൻ സമയം വേണമെന്ന് ജസ്നയുടെ അച്ഛന്റെ അഭിഭാഷകൻ അറിയിച്ചു. കേസിൽ കക്ഷി ചേരണമെന്നാവശ്യപ്പെട്ട കോടതിയെ സമീപിച്ച ജസ്നയുടെ നാട്ടുകാരൻ രഘുനാഥൻ നായരുടെ വാദവും നടന്നു. നിയമപരമായി നിൽക്കാത്ത ഹർജി തള്ളണമെന്ന് CBI ആവശ്യപ്പെട്ടു. കേസ് ഈ മാസം 12-ലേക്ക് മാറ്റി. ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും CBI അന്വേഷിച്ചിട്ടില്ലെന്നായിരുന്നു ഹർജിയിലെ പരാതി. ജസ്നയെ കാണാതായ സ്ഥലത്തോ ജസ്നയുടെ സുഹൃത്തിനെ പറ്റിയോ അന്വേഷണം നടത്തിയില്ലെന്നാണ് പരാതി. എന്നാൽ വിശദമായ അന്വേഷണം നടത്തിയിട്ടുണ്ടെന്നാണ് CBI വാദം. തിരോധാനത്തിന് പിന്നിൽ തീവ്രവാദ സംഘങ്ങൾക്ക് പങ്കുണ്ടെന്നതിനോ മതപരിവർത്തനം നടത്തിയതിനോ തെളിവില്ല. ജസ്ന മരിച്ചെന്നും കണ്ടെത്താനായിട്ടില്ല എന്ന് റിപ്പോർട്ടിലുണ്ട്. അതിനാൽ ജസ്നയെ കണ്ടെത്താനായില്ല എന്ന നിഗമനത്തിൽ CBI നൽകുന്ന വിശദീകരണ റിപ്പോർട്ട് കേസിൽ നിർണായകമാണ്. കാണാതായ ശേഷം വന്ന ഫോൺ കോളുകൾ CBI അന്വേഷിച്ചില്ല. NSS ക്യാമ്പിൽ പങ്കെടുത്തതും പരിശോധിച്ചില്ല. ഹോസ്റ്റലിൽ ഒപ്പം താമസിച്ചവരുടെ മൊഴി എടുത്തില്ലെന്നും ഹർജിയിൽ കുറ്റപ്പെടുത്തിയിരുന്നു. ഇതാണ് CBI നിഷേധിക്കുന്നത്. ജസ്ന മതപരിവർത്തനം നടത്തിയിട്ടില്ല. കേരളത്തിലെയും പുറത്തെയും മതപരിവർത്തന കേന്ദ്രങ്ങൾ പരിശോധിച്ചു. ഇവിടെ നിന്ന് തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്ന് CBI റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്.